ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതേതര ജനാധിപത്യം രാജ്യത്തെ ഭീഷണി നേരിടുകയാണെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വയനാടൻ ചുരത്തെ ഭക്തിസാന്ദ്രമാക്കി ദുഃഖവെള്ളിയിൽ കുരിശിന്റെ വഴി. ദ ഫിയാസ്റ്റോ ഗോൾഡൻ ജൂബിലി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 6 മുതൽ 12 വരെ മാനാഞ്ചിറ മൈതാനത്ത്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മതേതര ജനാധിപത്യം രാജ്യത്ത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ ഭീഷണി നേരിടുകയാണെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ കോഴിക്കോട്ടെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Everywhere in North, young men, ladies, marginalized sections, tribal, Dalits, they are under attack. Their basic rights are under attack. Their fundamental rights to know, to disagree, to question is under attack. Why it is so? Why? Because there is an unholy nexus of capitalist and fascist. An emergence of fascist force in Indian politics, imminent threat to Indian democracy. കോഴിക്കോട് സൗത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് INL ദേശീയ നേതാക്കൾ കേരളത്തിലെത്തിയത്. രാജ്യത്ത് ആദിവാസികളും സ്ത്രീകളും കുട്ടികളും ആക്രമണങ്ങൾക്കിരയാവുകയാണെന്ന് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു. ജനങ്ങളുടെ സുരക്ഷയും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഫാസിസ്റ്റ് കുത്തക ഭരണത്തിന് കീഴിലാണ്. എന്നാൽ കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണ്. കേരളത്തിൽ മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ, വനിതാ വിഭാഗം ദേശീയ പ്രസിഡന്റ് തസ്ലീമ ഷാജഹാൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷമീമ, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഫാസിൽ അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. തങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണകൾ പുതുക്കി വിശ്വാസികൾ പ്രാർത്ഥനകൾ നടത്തി. യേശുദേവൻ സഹിച്ച പീഡനങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകിയത്. ദുഃഖവെള്ളി ദിനത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തി. യേശു പിലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്നും ഗോൽഗോത്തയിലേക്ക് കുരിശ് ചുമന്നതിന്റെ അനുസ്മരണമായാണ് കുരിശിന്റെ വഴി. ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളുടെ ഓർമ്മയ്ക്കായി കയ്പ് നീര് കുടിക്കുന്ന ചടങ്ങും പലയിടങ്ങളിലും നടന്നു. യേശുവിന്റെ ത്യാഗസ്മരണയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും പരിഹാര യാത്രകളും നഗരപ്രദക്ഷിണവും നടന്നു. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി യേശു സ്വയം ബലിയർപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ദുഃഖവെള്ളി ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് വിശ്വാസികൾക്ക് പകർന്നു നൽകുന്നത്. ദുഃഖവെള്ളിയുടെ വേദന താൽക്കാലികം മാത്രമാണെന്നും അതിനുമപ്പുറം ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ സന്തോഷം കാത്തിരിപ്പുണ്ടെന്നും ഈ ദിനം പ്രത്യാശ നൽകുന്നു.
മരണം അവസാനമല്ലെന്നും അത് നിത്യജീവനിലേക്കുള്ള വാതിലാണെന്നും വിശ്വാസികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ദുഃഖവെള്ളി ആചരണങ്ങൾ ഈസ്റ്ററിന്റെ ഞായറാഴ്ചയിലെ സന്തോഷങ്ങളിലേക്ക് വഴി തുറക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാടൻ ചുരത്തെ ഭക്തിസാന്ദ്രമാക്കി ദുഃഖവെള്ളിയിൽ ആയിരങ്ങൾ കുരിശിന്റെ വഴി നടത്തി. താമരശ്ശേരി അടിവാരം ഗസമിൻ ഗ്രോട്ടോയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി മൗണ്ട് സീനായി ദേവാലയത്തിൽ സമാപിച്ചു. വൈദികരും കന്യാസ്ത്രീകളും പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകി. ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ മുതൽ വിശ്വാസികൾ ഒറ്റയ്ക്കും ചെറിയ ഗ്രൂപ്പുകളായും ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ച് വയനാടൻ ചുരത്തിലെ കാനനപാതകളെ ഭക്തിസാന്ദ്രമാക്കി വ്രതശുദ്ധിയോടെ പരിഹാര യാത്രയിൽ പങ്കെടുത്തു. ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് അടിവാരം ഗസമിൻ ഗ്രോട്ടോയിൽ ഫാദർ ജോയ് ചെറുവത്തൂർ നേതൃത്വം നൽകി. തലശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ടിന്റെ സന്ദേശത്തിനു ശേഷം അടിവാരം ഗസമീൻ ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തിൽ, ജനറൽ കോർഡിനേറ്റർ ജോസ് അഗസ്റ്റിൻ കീപ്പുറത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തിസാന്ദ്രമായ കുരിശിന്റെ വഴി ആരംഭിച്ചു. യേശുവും പടയാളികളും മാതാവും ഭക്തസ്ത്രീകളും ശീമയോനും അടങ്ങുന്ന വേഷധാരികൾ വലിയ മരക്കുരിശുമായി പരിഹാര യാത്രയ്ക്ക് മുൻപിൽ നീങ്ങിയത് വിശ്വാസികൾക്ക് ആത്മീയ അനുഭവമേകി. ലക്കിടി മൗണ്ട് സീനായി ദേവാലയത്തിൽ എത്തിച്ചേർന്ന പരിഹാര യാത്രയ്ക്ക് വികാരി ഫാദർ നിഷാന്ത് പുതുപ്പള്ളിൽ സമാപന ആശീർവാദം നൽകി. ഫാദർ സിബി പുളിക്കൻ, ഫാദർ തോമസ് വട്ടക്കാട്ട്, ഫാദർ തോമസ് പെരുവേലിൽ, ഫാദർ ഷിൻഡോ വാഴപ്പള്ളി തുടങ്ങിയ വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും ഇടവക സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ പരിഹാര യാത്രയിൽ പങ്കെടുത്ത എല്ലാ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു. വൈദികരുടെ നേതൃത്വത്തിൽ കുംഭസാരത്തിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള കുരിശിന്റെ വഴിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി ഭക്തജന സംഘടനകളുടെ നേതൃത്വത്തിൽ ജലപാനീയ വിതരണവും നടന്നു. ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ സൗകര്യവും ക്രമീകരിച്ചിരുന്നു. ആന്റോ ആലുവ, സിസ്റ്റർ ജീന, ടിൻഡു ജേക്കബ്, അവറാച്ചൻ കിഴുത്തറ, തോമസ് വെളുത്തേടത്ത്, ബിജു കലയന്താനി, റെയ്ജിൻ തൊടുപുഴ, ജോസ് പൈക്ക, റജി കോടഞ്ചേരി, ജോബിറ്റ് താഴത്തുപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം സജ്ജീകരിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ. വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്. സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ. ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി. മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDF-നൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ.
treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദ ഫിയാസ്റ്റോ ഗോൾഡൻ ജൂബിലി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് 2026 ഏപ്രിൽ 6 മുതൽ 12 വരെ മാനാഞ്ചിറ മൈതാനത്തെ കോർട്ടിൽ നടക്കും. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. ഈ സെപ്റ്റംബർ മാസം 25-ാം തീയതി ആയി കഴിഞ്ഞാൽ 50 വർഷം പൂർത്തിയാക്കുക. ഇപ്പോൾ സുവർണ ജൂബിലി വർഷത്തിൽ നടക്കുന്ന ടൂർണമെന്റിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ടീമുകളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്ന് ആകെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് മാത്രമേ ഉള്ളൂ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുള്ളൂ. അവരുടെ മെൻ ടീമും വിമൻ ടീമും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഫിയാസ്റ്റോ ഗോൾഡൻ ജൂബിലി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് 2026 പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് ന്യൂഡൽഹി, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ നേവി പൂനെ, ICF ചെന്നൈ, KSCB തിരുവനന്തപുരം, യങ് ഓറിയോൺസ് ബാംഗ്ലൂർ എന്നിവരും, വനിതാ വിഭാഗത്തിൽ ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത, ICF ചെന്നൈ, KSCB തിരുവനന്തപുരം എന്നീ ടീമുകളും മാറ്റുരയ്ക്കും. ഫിബ അംഗീകരിച്ച കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള റഫറിമാർ കളികൾ നിയന്ത്രിക്കും. 5000-ഓളം കാണികൾക്കിരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്നും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാസ്കറ്റ്ബോൾ ക്ലബ്ബുകളാണ് ഇന്ത്യൻ പ്ലേയേഴ്സ്. സീനിയർ ഇന്ത്യക്ക് ഇപ്പോൾ കറന്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10, 20, 25 പേരിലധികം ആണുങ്ങളും പെണ്ണുങ്ങളായിട്ട് ഈ ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട്. ഇന്ത്യൻ ബാങ്ക്, തമിഴ്നാട്ടിലുള്ള ചെന്നൈ ഇന്ത്യൻ ബാങ്ക് 2027 ഏഷ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിലേക്ക് ക്വാളിഫൈ ചെയ്ത ടീമാണ് ഇന്ത്യൻ ബാങ്ക്. ഫിയാസ്റ്റോ ക്ലബ്ബ് പ്രസിഡന്റ് KE മൊയ്തു, ഫൗണ്ടർ സെക്രട്ടറി JA മജീദ്, കൺവീനർ T സുരേഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരവികസനവും പ്രതീക്ഷകളും പങ്കുവച്ച് സ്ഥാനാർത്ഥികളുമായി കാലിക്കറ്റ് ചേംബർ സംഘടിപ്പിച്ച മുഖാമുഖം ശ്രദ്ധേയമായി. കോഴിക്കോട് നോർത്ത്, സൗത്ത് മണ്ഡലം UDF, LDF, NDA സ്ഥാനാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ, NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്, UDF സ്ഥാനാർത്ഥി K ജയന്ത്, കോഴിക്കോട് സൗത്ത് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ, NDA സ്ഥാനാർത്ഥി T റനീഷ് എന്നിവരാണ് മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തത്. നഗരവികസനവുമായി ബന്ധപ്പെട്ട് ചേംബർ മുന്നോട്ട് വെച്ച 8 നിർദ്ദേശങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥികളും അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചു. നഗരത്തിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, വേസ്റ്റ് മാനേജ്മെന്റ്, കനോലി കനാൽ നവീകരണം, ബീച്ച് ടൂറിസം, റെയിൽവേ സ്റ്റേഷൻ നവീകരണം വേഗത്തിലാക്കൽ എന്നിവയിലായിരുന്നു ചർച്ച ചൂടുപിടിച്ചത്. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ റോഡ് വികസനവും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനങ്ങളും അനിവാര്യമാണെന്ന് സ്ഥാനാർത്ഥികൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. ആധുനിക വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്ഥാനാർത്ഥികൾ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു. നഗരത്തിന്റെ വിവിധ മേഖലകളിൽ ഏകോപിതമായ പ്രവർത്തനവും ദീർഘകാല ദർശനവും അനിവാര്യമാണെന്ന് വിലയിരുത്തിയാണ് മുഖാമുഖം അവസാനിച്ചത്. ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ബോബിഷ് കുന്നത്ത്, ട്രഷറർ അർഷാദ് ആദിരാജ, PM ഷാനവാസ്, M മുസമ്മിൽ, ഹൈബ് തോമസ്, സുബൈർ കൊളക്കാടൻ, റഫി P ദേവസി, സുന്ദർ രജുലു, TPM ഹാഷിർ അലി എന്നിവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വള്ളിക്കുന്ന് സൈനിക കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇർഷാദ് അരിയല്ലൂർ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വള്ളിക്കുന്ന് സൈനിക കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇർഷാദ് അരിയല്ലൂർ ഉദ്ഘാടനം ചെയ്തു. രാജ്യസേവനത്തിന് ശേഷവും സ്വന്തം നാടിനായി ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന സൈനികരുടെ കൂട്ടായ്മ നമ്മുടെ അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വള്ളിക്കുന്നിലെ കമ്മ്യൂണിറ്റി റിസർവ് പ്രോജക്റ്റിൽ സൈനികരുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിക്കുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. നമ്മുടെ ഈ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും അവരുടെ റിട്ടയർമെന്റ് കാലത്തിനും ശേഷവും നമ്മുടെ ഈ രാജ്യത്തിനും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലും അതിന്റെ വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്നും തയ്യാറാണെന്നുള്ള ഒരു പ്രതിജ്ഞ പോലെ എൻ്റെ മുന്നിൽ അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അവരുടെ സന്തോഷവും അഭിമാനവും തോന്നി. നമുക്ക് ഈ നിങ്ങളുടെ ഈ സദസ്സ് കാണുമ്പോൾ തന്നെ നമ്മൾ പറയും ഒരു പട്ടാള ചിട്ട, എന്നുവെച്ചാൽ ആ അച്ചടക്കവും നിങ്ങളുടെ ഇരുത്തവും ആ കാണുമ്പോൾ ഉണ്ടാവുന്ന വളരെ സന്തോഷം തോന്നുകയാണ്.
റിട്ടയർഡ് കേണൽ നാരായണൻ നായർ ഭദ്രദീപം തെളിയിച്ചു. സൈനിക കൂട്ടായ്മ പ്രസിഡന്റ് വേലായുധൻ പറമ്പിൽ അധ്യക്ഷനായിരുന്നു. റിട്ടയർഡ് കേണൽ നാരായണൻ നായർ, അയോഗ്യ ഗ്രൂപ്പ് MD കൃഷ്ണൻകുട്ടി കോട്ടാക്കളത്തിൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സൈനിക കൂട്ടായ്മ സെക്രട്ടറി AP സുധീശൻ, K മുരളീധരൻ, പ്രസന്നകുമാരി N തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന സൈനികരെ ചടങ്ങിൽ ആദരിച്ചു. സൈനികരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. പുതിയ ഭാരവാഹികളായി വേലായുധൻ പറമ്പിൽ, K മുരളീധരൻ, പ്രസന്നകുമാരി N എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ BAI-യുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഏപ്രിൽ 6 നടക്കും. കോഴിക്കോട് മീനൂസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. അതായത് ബിൽഡേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് ചെയർമാൻഷിപ്പ് ഏകദേശം 40 വർഷത്തിന് ശേഷമാണ് കോഴിക്കോട്ടേക്ക് കിട്ടുന്നത്. അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ് കാലിക്കറ്റ് സെന്റർ. BAI സംസ്ഥാന ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ കോഴിക്കോട് സെന്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടക്കും. 2026-27 വർഷം BAI നടപ്പിലാക്കാൻ പോകുന്ന വിവിധ പദ്ധതികൾ ചടങ്ങിൽ പ്രഖ്യാപിക്കും. K സതീഷ് കുമാർ ചെയർമാൻ, K വിനോദ് കുമാർ സെക്രട്ടറി, ശ്രീജിത്ത് PM ജോയിന്റ് സെക്രട്ടറി, വിവേക് കൃഷ്ണമൂർത്തി ട്രഷറർ എന്നിവരാണ് പുതിയ സംസ്ഥാന ഭാരവാഹികളായി ചുമതലയേൽക്കുന്നത്. 1941 ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. കേരളത്തിൽ ഏകദേശം 22 സെന്ററുകളോളം പ്രവർത്തിക്കുന്നുണ്ട്. അതടക്കം 1500 മെമ്പേഴ്സ് കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ മൊത്തം 256 സെന്ററുകൾ പ്രവർത്തിക്കുന്നു. അതിൽ ഏകദേശം നമ്മൾക്ക് 1,50,000 പരം മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പ്രീമിയർ കോൺട്രാക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടേഴ്സ് പ്ലസ് ട്രേഡേഴ്സ് പ്ലസ് ആയിട്ടുള്ള അനുബന്ധ വ്യവസായങ്ങളുടെ ഒരു സംഘടനയാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. സംസ്ഥാനത്തെ 22 സെന്ററുകളിൽ നിന്നായി 600 പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. നിർമ്മാണ രംഗത്തെ സാങ്കേതിക വിദ്യകളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകളുടെ പ്രദർശനവും ഉണ്ടാകുമെന്ന് BAI നിയുക്ത സംസ്ഥാന ചെയർമാൻ K സതീഷ് കുമാർ, നിയുക്ത സംസ്ഥാന സെക്രട്ടറി K വിനോദ് കുമാർ, സുബൈർ കൊളക്കാടൻ, K ഖാലിദ്, K മുഹമ്മദ് അലി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2000-ലധികം വ്യത്യസ്ത ഹെയർപിൻ ശേഖരവുമായി ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് 6ാം ക്ലാസ്സുകാരി. കോഴിക്കോട് നടക്കാവിലെ മെസിൻ നിലോഫർ ജാസിം TK-യാണ് ശ്രദ്ധേയവും അപൂർവവുമായ ശേഖരം ഒരുക്കിയത്. നടക്കാവ് സ്വദേശിനിയായ 11-കാരി മെസിൻ നിലോഫർ തന്റെ അതുല്യമായ ഹെയർപിൻ ശേഖരവുമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കുള്ള പാതയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കുറിച്ചിരിക്കുകയാണ്. 2000-ലധികം വ്യത്യസ്ത മോഡലുകളിലുള്ള ഹെയർപിന്നുകൾ ശേഖരിച്ച് ഗിന്നസ് അധികൃതരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രദർശനം സംഘടിപ്പിച്ച് റെക്കോർഡിനായി ഔദ്യോഗികമായി സമർപ്പണം ചെയ്തിരിക്കുകയാണ് ഈ കൊച്ചു പ്രതിഭ. ഇത് മൂത്താപ്പക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടണം എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരു കുട്ടി ഈ ഹെയർ ക്ലിപ്സ് കളക്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ. അതേപോലെ ആ സമയത്ത് തന്നെ ചെയ്ത് തുടങ്ങി ഇപ്പോൾ ഇത്രയും കളക്ഷൻസ് ആയിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ട അതിൽ ആ കുട്ടി ചെയ്തത്
1000 പുറത്തായിരുന്നു. ഞാനിപ്പോൾ കളക്ട് ചെയ്ത് ഇപ്പോൾ 2000 പുറത്തും ക്ലിപ്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത ഡിസൈനുകളും നിറങ്ങളും മോഡലുകളും ഉൾക്കൊള്ളുന്ന ഹെയർ പിന്നുകൾ ശേഖരിക്കാൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വലിയ പിന്തുണ നൽകി. നടക്കാവ് PMC ഗാർഡൻ കോമ്പൗണ്ടിൽ ഗിന്നസ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ക്രമീകരിച്ച പ്രദർശനത്തിൽ ഓരോ ഹെയർ പിന്നും വ്യത്യസ്തതയും പ്രത്യേകതയും ഉറപ്പാക്കി അവതരിപ്പിച്ചു. ശേഖരത്തിന്റെ കൃത്യതയും വൈവിധ്യവും ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക ഇൻവെന്ററി തയ്യാറാക്കി. ഓരോ ഐറ്റവും വ്യത്യസ്ത മോഡലായി രേഖപ്പെടുത്തി. പ്രദർശനത്തിനും വിലയിരുത്തലിനും ഗിന്നസ് അനുബന്ധ ജഡ്ജിംഗ് പാനലായ ഗിന്നസ് സലീം പടവണ്ണ, ഗിന്നസ് ലത്തീഫ് MK, ഗിന്നസ് ആൽബിൻ റോഷൻ എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റ് നടക്കാവ് റെസിഡന്റ് അസോസിയേഷനിലെ അംഗങ്ങളും പ്രദേശത്തെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും പ്രദർശനം കാണാനെത്തി. അസോസിയേഷൻ സെക്രട്ടറി നൌഷാദ് പരിപാടിക്ക് നേതൃത്വം നൽകി. നടക്കാവ് മിന്നൂസിൽ താമസിക്കുന്ന മെസ്സി നിലോഫർ കോഴിക്കോട് സെന്റ് ജോസഫ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മാതാവ് ഷാനയും പിതാവ് ജസീം ഹുസൈനും മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP സംസ്ഥാന പ്രസിഡന്റാണെന്ന് അവകാശപ്പെടുന്ന സജി പോത്തനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ചില വ്യക്തികളും പാർട്ടിയെക്കുറിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് NCP സംസ്ഥാന കമ്മിറ്റി നേതാക്കൾ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പ്രഫുൽ പട്ടേൽ MP എന്നെ നിയമിച്ച നിയമനത്തിന്റെ ഉത്തരവ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ പത്രസമ്മേളനം 30-ാം തീയതി നടത്തിയ സജി പോത്തൻ എന്ന NCPയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കഴിഞ്ഞ 25-ാം തീയതി ശ്രീ സജി പോത്തൻ അവരുടെ പാർട്ടിയിൽ നിന്ന് കേന്ദ്ര നേതൃത്വം ഇവരെ പുറത്താക്കിക്കൊണ്ടുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ഓർഡറും അതിന്റെ ഉത്തരവ് അവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവും ഞാൻ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വയം സംസ്ഥാന പ്രസിഡന്റാണെന്ന് അവകാശപ്പെടുന്ന സജി പോത്തന് ദേശീയ കമ്മിറ്റിയുടെ നിയമന കത്ത് ലഭിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്ന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയ കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ സ്വയം പ്രഖ്യാപിക്കുന്ന നടപടികളെ പാർട്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും. KA ജബ്ബാറിനെ സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചതും എലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനുള്ള ചിഹ്നം അനുവദിച്ചതുമായും ബന്ധപ്പെട്ട ദേശീയ നേതൃത്വത്തിന്റെ രേഖകൾ വ്യാജമാണെന്ന് പ്രചരിപ്പിക്കുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വ്യാജന്മാരെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KA ജബ്ബാർ, സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ആബിദ് തങ്ങൾ, NYC സംസ്ഥാന പ്രസിഡന്റ് CK ഗഫൂർ, എലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥി PK ശശീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതേതര ജനാധിപത്യം രാജ്യത്തെ ഭീഷണി നേരിടുകയാണെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വയനാടൻ ചുരത്തെ ഭക്തിസാന്ദ്രമാക്കി ദുഃഖവെള്ളിയിൽ കുരിശിന്റെ വഴി. ദ ഫിയാസ്റ്റോ ഗോൾഡൻ ജൂബിലി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 6 മുതൽ 12 വരെ മാനാഞ്ചിറ മൈതാനത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.